പ്രവീൺ, എനിക്കറിയാം വളരെ ആശങ്കാജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. സിനിമയുടെ റിലീസ് ഇനി എന്ന് നിശ്ചയിക്കുമെന്നൊരു ഉറപ്പുമില്ല. കോടതി കയറിയിരിക്കുകയാണ് ഇന്ന് റിലീസാവേണ്ട ചിത്രം. 2-3 കാര്യങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അറിയാത്ത പ്രേക്ഷകർക്കായി, പൊതുജനങ്ങൾക്കായി മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത്, താങ്കളുടെ സിനിമ ഏതെങ്കിലും ഇതിഹാസത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മതപരമായ പ്രമേയം ഉൾക്കൊള്ളുന്നൊരു സിനിമയാണോ? ഈ ജാനകി എന്നുള്ളത് ഏതെങ്കിലും ഒരു ദേവതയുടെ പേരായി, ഒരു ദേവത എന്ന മട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നതാണോ ഈ സിനിമ? താങ്കൾ പറയുന്നത് ഒരു ഹിന്ദു മിത്തോളജിക്കൽ ഫിലിമാണോ? ഗുഡ് ഈവനിങ് അരുൺ. ഒരിക്കലുമല്ല. കാരണം എൻ്റെ ജാനകി എന്ന് പറയുന്ന കഥാപാത്രം തൃശ്ശൂർ പൂങ്കുന്നം ലിറ്റിൽ കോൺവെൻറ്റ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോയമ്പത്തൂർ ശ്രീരാമകൃഷ്ണ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് പഠിച്ചതിന് ശേഷം ബാംഗ്ലൂർ കോഗ്നിസോഫ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കോഗ്നിസോഫ്റ്റ് കമ്പനിയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ജോലി നോക്കുന്ന അങ്ങനെ 23-24 വയസ്സ് കഥാപാത്രമാണ് ജാനകി. അതിലെന്തെങ്കിലും പുരാണ കഥയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് എവിടെയും അതിൻ്റെ ഒരു തരത്തിലുള്ള, അതായത് ഒരു ദൈവത്തിൻ്റെയും അവതാരമല്ല, ഈ ഭൂമിയിൽ നമ്മളൊക്കെ കണ്ടുമുട്ടുന്ന സാധാരണ ഒരു യുവതിയുടെ പേര്, ഒരു കഥാപാത്രം, ഒരു മനുഷ്യജീവി മാത്രമാണ് ഈ സിനിമയിലെ ജാനകി. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. ഈ കഥാപാത്രം ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ദേവതകളെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഈ കഥാപാത്രം സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ? ഒരിക്കലുമില്ല. കാരണം ഇതൊരു സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ എഴുതിയതിന് ശേഷം ഒരുപാട് പേര് വായിച്ച് അതിലൂടെ കടന്നു വന്ന ഒരു പ്രൊജക്റ്റ് അല്ലേ. അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സംശയം തോന്നാം. അങ്ങനെ ഒരിക്കലും ഒരു തരത്തിലും ആർക്കും സംശയം തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യമേ ആ സിനിമ എവിടെയും സംസാരിക്കുന്നില്ല. 2023 നടക്കുന്ന ഒരു കഥ, അങ്ങനെയാണ് ആ സിനിമ. ഇതിൽ എപ്പോഴെങ്കിലും വാൽമീകി രാമായണത്തിലെ ഏതെങ്കിലും ഹിന്ദു മതവിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവത്തെ ഈ ജാനകി എന്ന കഥാപാത്രം നേരിട്ട് ആക്ഷേപിക്കുകയോ അപഹാസ്യപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ് ഇതിൽ പ്രശ്നം ശ്രീ പ്രവീൺ നാരായണൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ചോദിച്ച 3 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ സിനിമ ഒരു പുരാണ കഥയല്ല. ഈ സിനിമയിലെ ജാനകി ഒരു ദൈവത്തിൻ്റെ അവതാരമല്ല. ഈ സിനിമയിലെ ജാനകി ഏതെങ്കിലും ദൈവത്തെ പരിഹസിക്കുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നം ഈ പേരാണ്. ഈ പേരെങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്രശ്നമാകുന്നതെന്ന് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പട്ടാളം ജാനകി എന്ന സിനിമ ഇറങ്ങിയ നാടാണ്. എന്ന് സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന സിനിമ ഇറങ്ങിയ നാടാണ്. അതാ നമ്മുടെ മുന്നിലിരിക്കുന്ന സിബി മലയിലെ സിനിമയാണെന്ന് തോന്നുന്നു, എഴുതാപ്പുറങ്ങൾ. ആ സിനിമയിൽ സീത എന്ന പേരുള്ളൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ഇന്ന് എഴുതാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമുക്ക് സിബി മലയിലോട് ചോദിക്കാം. അപ്പോൾ ഈ പ്രശ്നം എവിടെയാണ് വന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഈ സിനിമയുടെ സെൻസറിങ്ങിന് പോകുന്ന സമയത്ത് എന്താണ് അവർ പങ്കുവെച്ച ആശങ്ക? സെൻസറിങ് കഴിഞ്ഞ ജൂൺ 18 തിരുവനന്തപുരം ലെനിൻ തിയേറ്റർ വെച്ചാണ് കഴിഞ്ഞത്. അവിടെ റീജിയണൽ സെൻസർ ഓഫീസറടക്കം ഏകദേശം 4 സെൻസർ ബോർഡ് അംഗങ്ങൾ ഒരുമിച്ചിരുന്നാണ് സിനിമ കാണുന്നത്. അതിനെ തുടർന്ന് എന്നെയും പ്രൊഡ്യൂസറെയും അകത്ത് വിളിപ്പിച്ചു, സിനിമയുടെ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം അവർ 16+ UA സർട്ടിഫിക്കറ്റാണ് അവർ ഇഷ്യൂ ചെയ്യാൻ തയ്യാറായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന്, ഡയറക്ടർ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് എന്ന രീതിയിൽ ഞാൻ 13+ UAക്ക് വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയും, അപ്പോൾ അവരതിൻ്റെ കാരണം ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് കൃത്യമായിട്ട് കാരണം പറഞ്ഞു. അത് സിനിമ റിലീസാവാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ കണ്ടൻറ്റ് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് അവരോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് 13+ UA ആദ്യം തരുന്നില്ല. ആദ്യം ഞാനും പ്രൊഡ്യൂസറും അവരധികം സമ്മതിച്ചിരുന്നില്ല. അതിനുശേഷം ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് വന്നിട്ട് അതിനുശേഷം രണ്ടാമത് വിളിച്ചിട്ട് അവർ ഡിസ്കസ് ചെയ്തതിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് ഡയറക്ടറുടെ റിക്വസ്റ്റ് പ്രകാരം തരാമെന്ന് പറഞ്ഞ് 13+ UA സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് ബുധനാഴ്ച ജൂൺ 18 തിരിച്ചു പോരുന്നത്. അതിനുശേഷം വെള്ളിയാഴ്ചയാണ് ഈ സംഭവവാസങ്ങളെല്ലാം അറിയുന്നത്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത് പ്രവീൺ. ഈ സിനിമയുടെ ടീസർ ഇറങ്ങിയത് എന്താണ് പ്രവീൺ? കുറച്ച് നാൾ മുമ്പല്ലേ? എനിക്ക് തോന്നുന്നു ജൂൺ 4 തോന്നുന്നു നമ്മുടെ ടീസർ റിലീസ്. അതായത് ജൂൺ 4 മുതൽ സെൻസർ ചെയ്യുന്ന 14-ാം തീയതി വരെയും ഈ പേരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പരാതി ഏതെങ്കിലും അധികൃതരുടെയോ മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്നോ താങ്കൾക്ക് ലഭിച്ചിരുന്നോ പ്രവീൺ? ഇല്ല. ഈ ജൂൺ 4 നമ്മുടെ ടീസർ റിലീസായതെങ്കിലും എനിക്ക് തോന്നുന്നു മാർച്ച് അവസാനത്തോടു കൂടിയാണ് നമ്മൾ ടീസർ സെൻസറിങ്ങിന് അയക്കുന്നത്. കേട്ടില്ല. തരുന്നു. ആ ടീസറിന് സെൻസറിങ് തീർച്ചയായിട്ടും സെൻസറിങ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇപ്പം തിയേറ്ററുകളിൽ ടീസർ കളിക്കുന്നുണ്ട്. അന്ന് ഈ സിനിമയുടെ പേര് മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? സെൻസർ സർട്ടിഫിക്കറ്റ് CBFCയിലെ ആളുകൾ? ഇല്ല, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംസാരത്തിലേക്ക് പോലും വന്നിട്ടില്ല. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ടീസറിൽ ഈ സിനിമയുടെ പേര് മാറ്റണ്ട, സിനിമയായിട്ട് വരുന്ന സമയത്ത് അതേ സെൻസർ ബോർഡ് ഇതിൻ്റെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു.
27-ാം തീയതി ഇന്ന് ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങേണ്ടതാണ് അല്ലേ പ്രവീൺ? തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു ദിവസം എനിക്ക് തോന്നുന്നു സിബിൽ വല്ലൽ സാറിന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനിരിക്കുന്ന അവസ്ഥ, ഞാൻ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എത്രത്തോളം ഉണ്ടെന്ന് അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. ഒരു സംവിധായകൻ എപ്പോഴും ഞാൻ സമൂഹത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ആരും ഇപ്പം പോലീസുകാരാവട്ടെ പട്ടാളക്കാരാവട്ടെ ആരും കഷ്ടപ്പാടുകളെ പറ്റി പറയാറില്ല. പക്ഷേ ചില സിനിമകൾ റിലീസാകുമ്പോൾ നമുക്ക് സംവിധായകൻ്റെ കഷ്ടപ്പാടുകളെ പറ്റി സമൂഹത്തിൽ സംസാര വിഷയമാകാറുണ്ട്. കാരണം അതൊരു റിയാലിറ്റിയാണ്. സംവിധായകൻ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ആ സൃഷ്ടിപരമായിട്ട് ഇപ്പം ഇന്നത്തെ ദിവസം സാറ് നമ്മുടെ ഈ ചാനൽ ഫ്ലോർ ചർച്ചയിൽ നടക്കുന്ന ദിവസം ഇത് കഴിഞ്ഞാൽ സാറിന് അത് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ ഒരു സൃഷ്ടിയാണ് എൻ്റെ ആ സിനിമ എന്ന് പറയുന്നത്. അതെനിക്ക് റിസൾട്ട് കിട്ടേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സിനിമയായിരുന്നില്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പ്രവീൺ, എത്ര നാളത്തെ സ്വപ്നമാണിത്? 2018 മെയ് 6-ാം തീയതിയാണ് എനിക്ക് ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ എഫേർട്ടാണ് 2018 മെയ് 6. 7 വർഷം ഒരു സംവിധായകൻ എന്ന നിലയിൽ മനസ്സിൽ താലോലിച്ച് നടന്ന് അതിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ അതിൻ്റെ നിർമ്മാതാക്കളെ സംഘടിപ്പിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകരെ സംഘടിപ്പിച്ച് താരങ്ങളെ സംഘടിപ്പിച്ച് 7 വർഷമെടുത്ത് ഒരു കലാസൃഷ്ടി ഇന്ന് പുറത്തിറങ്ങേണ്ട ദിവസമാണ്. അത് കോടതി കയറിയിരിക്കുന്നത് അല്ലേ പ്രവീൺ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. Debate with Dr. Arun Kumar.